നമസ്കാരം. ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ആർട്ടിക്കിൾസ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇതും ഇംഗ്ലീഷ് ഗ്രാമറിലെ ബേസാണ്, ബേസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഐ ബോട്ട് എ കാർ ലാസ്റ്റ് മന്ത്. ഞാൻ കഴിഞ്ഞ മാസം ഒരു കാറ് വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഐ നമുക്കറിയാം സബ്ജക്റ്റ്, ബോട്ട് വേർബ്, കാർ ഒരു ഓബ്ജക്റ്റാണ് ഒക്കെ നമുക്കറിയാം. ലാസ്റ്റ് മന്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ സെഷനിൽ കണ്ട ആഡ്വേർബ്സ് ഒക്കെ നമുക്ക് കണ്ടു അല്ലേ. ബോട്ട് വേർബാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് മന്ത് പറയുമ്പോൾ ആഡ്വേർബാണ്, ആഡ്വേർബ് ഓഫ് ടൈം, അതൊക്കെ ഓക്കെ. ഇനി ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു ആളാണ് ഈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു ആർട്ടിക്കിളാണ്. സോ ബേസിക്കലി എന്താണ് പറയുന്നത്? ഓരോ നൗൺസിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് വാക്കാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നൗൺസിന് മുമ്പിലായിട്ട് അത് ചില സമയങ്ങളിൽ ഒരു ആഡ്ജക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ആഡ്ജക്റ്റീവിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ. അപ്പം ഐ ബോട്ട് എ കാർ ലാസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, അത് എന്തിനൊക്കെയാണ് നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കും. മറ്റൊരു എക്സാമ്പിളാണ് വി ആർ ലുക്കിംഗ് ഫോർ ആൻ അപ്പാർട്ട്മെൻറ്റ്. അവിടെയും നമുക്കറിയാം വി സബ്ജക്റ്റ്, ആർ ലുക്കിംഗ് ഫോർ ആൻ അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ആൻ എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു ആർട്ടിക്കിളാണ്. അതും എന്താണ്? ഒരു നൗണിന് മുമ്പിലായിട്ടാണ് ഈ ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നൗൺ എന്താണ്? അപ്പാർട്ട്മെൻറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു നൗണിൻ്റെ മുമ്പിലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിഫോർ നൗൺസ് ഓർ നൗൺ ഇക്വലൻസ്, അതിന് മുമ്പിലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ കാണുന്ന ഒരു വാക്കാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് ആഡ്ജക്റ്റീവ്. കാരണം എന്താണ്? ഐ ബോട്ട് എ കാർ ലാസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സെൻറ്റൻസ് തന്നെയാണ്. കാറിന് മുമ്പിലായിട്ട് നമ്മൾ ഈ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഈ കാർ എന്ന് പറയുന്ന നൗൺ അത് എത്ര കാറുണ്ട്? ഒരു കാറേ ഉള്ളൂ. ഐ ബോട്ട് എ കാർ ലാസ്റ്റ് മന്ത്. അപ്പം ആ കാർ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കാർ എന്ന് പറയുന്ന നൗണിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരികയാണ്. എത്ര കാറുണ്ട്? ഒരു കാറേ ഉള്ളൂ. ഐ ബോട്ട് എ കാർ ലാസ്റ്റ് മന്ത്. അപ്പോൾ അതൊരു ആഡ്ജക്റ്റീവായിട്ടും നമുക്ക് വേണമെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ വി ആർ ലുക്കിംഗ് ഫോർ ആൻ അപ്പാർട്ട്മെൻറ്റ്, വി ആർ ലുക്കിംഗ് ഫോർ 2 അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അർത്ഥം മാറി. പക്ഷേ ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് നോക്കുന്നത്, ഒരു അപ്പാർട്ട്മെൻറ്റിനാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പം ആൻ എന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ആൻ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ആർട്ടിക്കിൾസ് പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ഓക്കെ, ഈ 3 ആർട്ടിക്കിൾസ് ആണ് ആകെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മറ്റേത് ആൻ, മറ്റേത് ദ. ഇതിൽ ഈ ഫസ്റ്റ് 2 എണ്ണം ഉം ആനും വരുന്നത്, ഇത് നമ്മൾ വിളിക്കുന്നതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഈ THE ദ പറയുന്നതാണ് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുക. ആർട്ടിക്കിൾസ് അല്ല, ആർട്ടിക്കിൾ, കാരണം ഒരു ആർട്ടിക്കിളേ ഉള്ളൂ, സിംഗുലറാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് പറയാം. ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, ദ മാത്രമായിട്ട് വിളിക്കുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ ദ സ്റ്റോറി ദാറ്റ് യു ടോൾഡ് മീ ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ദ സ്റ്റോറി ദാറ്റ് യു ടോൾഡ് മീ ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇവിടെയുള്ള ആർട്ടിക്കിൾ ഇതാണ്, ദ ആണ്. THE ദ ആണ് ഇതിലെ ആർട്ടിക്കിൾ. സ്റ്റോറിക്ക് മുമ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. ഒരു നൗണിന് മുമ്പിൽ ഒരു ആഡ്ജക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ദ സ്റ്റോറി ദാറ്റ് യു ടോൾഡ് മീ ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. അതുപോലെ ആൻ ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ. ഇവിടെ ഒരുപാട് ആർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻ ആപ്പിൾ, എ ഡേ, ദ ഡോക്ടർ. ഓക്കെ, അപ്പം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരുന്നു ദ കാർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് ഗിവ്സ് ഡീസൻറ്റ് മൈലേജ്. ഓക്കെ, എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? എന്തിനാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? THE ദ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ദ കാർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് ഗിവ്സ് ഡീസൻറ്റ് മൈലേജ്, ദ കാർ. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഏതാണ്ട് കുറച്ച് പേർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബേസിക്കലി എന്താണ് ഇവിടെ? ഏത് കാറാണ്? അതായത് ഈ ഡീസൻറ്റ് മൈലേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാർ ഏത് കാറാണ്? ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത്. ഓക്കെ,
കഴിഞ്ഞ മാസം വാങ്ങിയ കാറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി സംസാരിക്കുമ്പോൾ അതായത് കേൾക്കുന്ന വ്യക്തിക്ക് മുൻകൂട്ടി അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കും. ദ കാർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് ഗിവ്സ് ഡീസൻറ്റ് മൈലേജ്. ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിയ കാർ. ഓക്കെ, ദ കാർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത്. അപ്പോൾ ഓൾറെഡി അറിയുന്നൊരു കാര്യത്തെക്കുറിച്ച് അറിയുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് മുമ്പിലായിട്ട് ആ നൗണിന് മുമ്പിലായിട്ട് ദ യൂസ് ചെയ്യും. ഇവിടെ കാറിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത്, കാരണം കഴിഞ്ഞ മാസം ഞാൻ വാങ്ങിയ കാർ. അവിടെ ഓൾറെഡി ആ ഒരു നൗണിനൊരു പ്രീവിയസ് നോളജ് ഉണ്ട് ആ നൗണിനെ കുറിച്ച്. അതാണ് ദ ഉപയോഗിക്കുന്നത്. ദ കാർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് ഗിവ്സ് ഡീസൻറ്റ് മൈലേജ്. ഇവിടെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്ത് എന്ത് ചോദിക്കും, ആനോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർത്ഥം മുഴുവനായിട്ട് മാറി അല്ലേ. എ കാർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് ഗിവ്സ് ഡീസൻറ്റ് മൈലേജ്, അർത്ഥം മാറി. കാരണം എ കാർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ഒന്നിൽ കൂടുതൽ കാർ വാങ്ങിയിട്ടുണ്ട്, അതിൽ ഒരു കാറ് ഡീസൻറ്റ് മൈലേജ് ഇരുന്നുണ്ട്. എ കാർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത്, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പക്ഷേ അർത്ഥം ഇപ്പോൾ എന്താണ്, ഞാൻ കഴിഞ്ഞ മാസം ഒരു കാർ വാങ്ങിയിട്ടുണ്ട്, ആ കഴിഞ്ഞ മാസം വാങ്ങിയ കാറ് ഡീസൻറ്റ് മൈലേജാണ് തരുന്നത്. അപ്പോൾ ഓരോ വാക്കുകളും ഓരോ ഉപയോഗിക്കുമ്പോൾ അർത്ഥവ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഞാനൊരു കാർ വാങ്ങി, ആ കാറ് കഴിഞ്ഞ മാസം വാങ്ങിയ കാർ ഡീസൻറ്റ് മൈലേജാണ് തരുന്നത്. അതുകൊണ്ടാണ് ഡെഫിനറ്റ്. നമുക്കറിയാം ഡെഫിനറ്റ് ആണിത്. ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു നൗണിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് ആ നൗണിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് അതിനെ വിളിക്കുന്നത്. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഇസ് യൂസ്ഡ് ബിഫോർ നൗൺ ടു ഇൻഡിക്കേറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് നൗൺ ഇസ് നോൺ ടു ദ റീഡർ. അല്ലെങ്കിൽ അത് കേൾക്കുന്ന വ്യക്തിക്ക് ഓൾറെഡി ആ നൗണിനെ കുറിച്ച് പ്രീവിയസ് നോളജ് ഉണ്ട്, ഓൾറെഡി അറിയുന്നൊരു വസ്തുവിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ ഐഡൻറ്റിറ്റി ഈസ് നോൺ ടു ദ ഓൾറെഡി നോൺ ടു ദ റീഡർ. മറ്റൊരു എക്സാമ്പിളോട് ഹി ഗോസ് ഫോർ സ്വിമ്മിങ് ക്ലാസ് നൗ, ദ ക്ലാസ് ബിഗിൻസ് അറ്റ് 6 in the morning. കാരണല്ലേ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറയുന്നുണ്ട് ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സ്വിമ്മിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. ആ പോകുന്ന സ്വിമ്മിങ് ക്ലാസ് എപ്പോഴാണ്, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദ ക്ലാസ് ബിഗിൻസ് അറ്റ് 6 in the morning. അപ്പോൾ ആ ക്ലാസ് എന്ന് പറയുന്ന നൗണ് നമുക്ക് ഓൾറെഡി അറിയാം. എവിടെ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ നമുക്ക് അറിയാം, മനസ്സിലായി ഓൾറെഡി. അങ്ങനെ അയാൾ സ്വിമ്മിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. പോകുന്ന സ്വിമ്മിങ് ക്ലാസ് 6 മണിക്കാണ് തുടങ്ങുന്നത്. ഓക്കെ, അത്തരം സാഹചര്യങ്ങളാണ് ദ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ THE ദ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ്. മേ ഐ ഗോ ടു ദ കോളേജ് അല്ലേ, മേ ഐ ഗോ ടു ദ കോളേജ്. അപ്പോൾ ഓൾറെഡി അറിയുന്നതാണ്, എനിക്ക് എൻ്റെ കോളേജിലേക്കാണ് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എനിക്കറിയുന്ന കോളേജ്, നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ള കോളേജിലേക്കാണ് പോകുന്നത്. അവിടെ ഡെഫിനറ്റ് ആണ്, സോ ഓബ്വിയസ് ആണ്. മേ ഐ ഗോ ടു ദ കോളേജ്, ഞാൻ കോളേജ് പോയിക്കോട്ടെ. ഐ സോ ഹിം ഇൻ ദ ലൈബ്രറി, ഹി വാസ് റൈറ്റിംഗ് എ റിപ്പോർട്ട്. ഐ സോ ഹിം ഇൻ ദ ലൈബ്രറി, THE ദ യൂസ് ചെയ്യുന്നു. നമുക്ക് ലൈബ്രറി നമുക്ക് അറിയുന്നൊരു, ആ റീഡറിന് അറിയുന്നൊരു ഒരു സ്ഥലമാണ്. ഓക്കെ, അവിടെ എല്ലാവർക്കും പരിചിതമായ ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷനാണ്. അതുകൊണ്ടാണ് ഐ സോ ഹിം ഇൻ ദ ലൈബ്രറി ദ യൂസ് ചെയ്യുന്നത്. ഐ ലൈക്ക് ദ ക്ലോത്ത്സ് യു ഗേവ് മീ. വീണ്ടും അവിടെ യു ഗേവ് മീ, നിങ്ങൾ തന്ന ക്ലോത്ത്സ്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റായിട്ട് ആ നിങ്ങൾ തന്ന ക്ലോത്ത്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ദ യൂസ് ചെയ്യുന്നു. പ്ലീസ് ക്ലോസ് ദ ഡോർ, അവിടെയും ദ വേണം. പ്ലീസ് ക്ലോസ് എ ഡോർ എന്നോ അല്ലെങ്കിൽ പ്ലീസ് ക്ലോസ് നോ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത പ്ലീസ് ക്ലോസ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ശരിയല്ല. പ്ലീസ് ക്ലോസ് ദ ഡോർ. ഹീ ഈസ് ദ ഫസ്റ്റ് മാൻ ടു വിൻ ഓസ്കർ അവാർഡ്. കണ്ടോ, ദ ഫസ്റ്റ് മാൻ ടു വിൻ ഓസ്കർ അവാർഡ്. ഇത്തരം സാഹചര്യങ്ങളും ദ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ്, അത്തരം കേസുകളൊക്കെ നമ്മൾ നോക്കും എപ്പോഴൊക്കെയാണ് ദ ഉപയോഗിക്കേണ്ടത്. അത് കുറച്ച് വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു ഏരിയ ആണ്. കേസസ് വെൻ ടു യൂസ് THE ദ ആർട്ടിക്കിൾ ദ. ഓക്കെ, ഹീ ഈസ് ദ ഫസ്റ്റ് മാൻ ടു വിൻ ഓസ്കർ അവാർഡ് നമുക്ക് നോക്കും കുറച്ചായിട്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഏതൊക്കെ സാഹചര്യത്തിലാണ്, അതിൻ്റെ പ്രൈമറി യൂസ് എന്താണ്. നമുക്ക് ഓൾറെഡി അറിയുന്നൊരു നൗണിനെ കുറിച്ച് പറയുമ്പോൾ ദ യൂസ് ചെയ്യും. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? ഒന്ന്
പിന്നെ ആനും. എ ഗേൾ വാസ് വെയറിങ് എ യെല്ലോ ഹാറ്റ് ഇൻ ദ പാർക്ക്. കണ്ടില്ലേ, ഡെഫിനറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത്, ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിളാണ് എ, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ എ ഗേൾ വാസ് വെയറിങ് എ യെല്ലോ ഹാറ്റ് ഇൻ ദ പാർക്ക്, അതായത് പാർക്കിൽ ഒരു പെൺകുട്ടി ഒരു യെല്ലോ കളർ ഹാറ്റ് ധരിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഒരു ഗേളാണ്, നമുക്കറിയാത്ത ഗേളാണ്. അപ്പോൾ എ ഗേൾ അല്ലേ വാസ് വെയറിങ് എ യെല്ലോ ഹാറ്റ്, ഒരു പെൺകുട്ടി ഒരു യെല്ലോ ഹാറ്റ്, യെല്ലോ കളറുള്ള ഹാറ്റ് ധരിച്ചതായി കണ്ടു പാർക്കിൽ. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആണ്. നമുക്ക് രണ്ട് ഗേളിന് യെല്ലോ ഹാറ്റിന് നമുക്കറിയില്ല, ആ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയില്ല, ആദ്യമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സംസാരിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണ് എ ഗേൾ എ യെല്ലോ ഹാറ്റ്. ഓക്കെ, ഇതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ. സിംഗുലറാണ്, കൗണ്ടബിൾ നൗണിന് മുമ്പിലായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൗണ്ടബിൾ നൗൺ ഉദ്ദേശിക്കുന്നതാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ, അതായത് എണ്ണാൻ പറ്റുന്ന. ദറ്റ് ഈസ് ജനറൽ ഓർ വെൻ ഇറ്റ്സ് ഐഡൻറ്റിറ്റി ഈസ് നോട്ട് നോൺ ടു ദ റീഡർ. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒരു നൗണിനെ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമുക്ക് പ്രീവിയസ്ലി അറിയാത്ത നൗണാണ്, ആദ്യമായിട്ട് ഒരു നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, അതായത് എവും ആനും. ഐ തിങ്ക് an animal ഇസ് ഇൻ ദ ഗറാജ്. ഓക്കെ, അവിടെ എന്താണ്, ഐ തിങ്ക് an animal, ഗറാജിൽ എന്തോ ഒരു ജീവി, എന്തോ ഒരു മൃഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഓൾറെഡി അറിയില്ല, പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതോ ഒരു മൃഗം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ ഒരു ജീവി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതോ ഒരു ജീവി, എന്തോ ഒരു ജീവി. അപ്പോൾ ആ ജീവി എന്താണെന്നോ ഒന്നും അറിയില്ല, ആദ്യമായിട്ട് നമ്മൾ അറിയാണ്. ഇപ്പോൾ റീഡറിന് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഐ തിങ്ക് ആൻ ആനിമൽ എന്നാണ് പറയുക. അപ്പം ഐ തിങ്ക് ഇവിടെ ദ ആനിമൽ ഇസ് ഇൻ ദ ഗരാജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അവിടെ അർത്ഥം മാറി. ഗ്രാമാറ്റിക്കലി ഓക്കെയാണ്, പക്ഷേ അർത്ഥം മാറി. ഐ തിങ്ക് ദ ആനിമൽ ഇസ് ഇൻ ദ ഗരാജ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് ഓൾറെഡി അറിയാം, അവിടെ നമ്മളൊരു ആനിമലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഐ തിങ്ക് ദ ആനിമൽ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആനിമൽ ആ ഗരാജിനുള്ളിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയുക. ഐ തിങ്ക് ദ ആനിമൽ ഇസ് ഇൻ ദ ഗരാജ് എന്ന് പറയുമ്പോൾ ആ ആനിമലിനെ കുറിച്ച് അവർക്ക് രണ്ടുപേർക്കും, കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഓൾറെഡി അറിയാം. ഓക്കെ, അങ്ങനത്തെ ഒരു മീനിങ് അല്ല. ഐ തിങ്ക് ആൻ ആനിമൽ ഇസ് ഇൻ ദ ഗരാജ്, ഒരു ആനിമൽ ഗരാജിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയും ആനും ഉപയോഗിക്കുന്നു, അതുപോലെ ആനിമൽ എന്ന് ഉപയോഗിക്കുന്നു. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉള്ള ഏവും ആനും ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും പഠിച്ചിരിക്കുന്നത് വവൽസ് വരുമ്പോൾ ആനും, വവൽസിന് മുമ്പിലായിട്ട് ആനും, കോൺസണൻസിന് മുമ്പിലായിട്ട് അല്ലെങ്കിൽ കോൺസണൻസ് വരുമ്പോൾ അതിന് മുമ്പിലായിട്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ അത് കംപ്ലീറ്റ്ലി ശരിയല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ലെറ്റർ ആണ് എപ്പോഴും നമ്മൾ നോക്കാറ്, പക്ഷേ ലെറ്റർ അല്ല നോക്കേണ്ടത്. ഒരു വേർഡിൻ്റെ ലെറ്ററല്ല സൗണ്ടാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കോൺസണൻറ്റ് സൗണ്ടാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ലെറ്ററല്ല. കോൺസണൻറ്റ് സൗണ്ടാണോ വവൽ സൗണ്ടാണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, നൗൺസ് സ്റ്റാർട്ടിങ് വിത്ത് കോൺസണൻറ്റ് സൗണ്ട്. അപ്പോൾ കോൺസണൻറ്റ് സൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നൗൺസിൻ്റെ മുമ്പിലായിട്ടാണ് എന്ത് യൂസ് ചെയ്യേണ്ടത്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്. കണ്ടേ, എ പേപ്പർ, പ എന്ന് പറയുന്നത് ഒരു കോൺസണൻറ്റ് സൗണ്ടാണ്, അതുകൊണ്ട് അതിന് മുമ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എ പേപ്പർ, എ ബുക്ക്, ഓക്കെ, എ ബുക്ക്, എ ബാസ്ക്കറ്റ്, എ യൂണിറ്റ്. ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. കാരണം യു നമ്മൾ പഠിച്ചത് UAEAEIOU വവ്വലാണ്. പക്ഷേ വവ്വൽസിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞത് ആൻ യൂസ് ചെയ്യാനാണ്. പക്ഷേ അങ്ങനെയല്ല, അത് വേർഡിൻ്റെ നൗണിൻ്റെ എന്താണ് സൗണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. യൂണിറ്റ് എന്ന് പറയുന്ന എന്ന് പറയുന്ന സൗണ്ട് കോൺസണൻറ്റ് സൗണ്ടാണ്. ഓക്കെ, കോൺസണൻറ്റ് സൗണ്ടാണ്. എന്താണ് കോൺസണൻറ്റ്, എന്താണ് വവൽ? വവൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്കറിയാം. AEIOU ഇതൊക്കെയാണ് വവൽസ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയുന്ന കാര്യമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് വവൽസ് ലെറ്റേഴ്സ് അല്ല, വവൽ സൗണ്ട്സും കോൺസണൻറ്റ് സൗണ്ട്സുമാണ് നോക്കേണ്ടത്. അപ്പോൾ യു എന്ന് പറയുന്നത് കോൺസണൻറ്റ് സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ എ യൂണിറ്റ് എന്നാണ് പറയുന്നത്. ആൻ യൂണിറ്റ് എന്നൊരിക്കലും പറയില്ല. ആൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എ യൂണിറ്റ്. അതുപോലെ സെയിം സൗണ്ടാണ് എ യൂണിയൻ, യു. അതുകൊണ്ട്
എ യൂണിയൻ എന്ന് പറയുന്നത്. ഇനി യൂളജി എന്ന് പറയുമ്പോൾ ഇവിടെ യു തന്നെയാണ് സൗണ്ട്, അതുകൊണ്ട് എ യൂസ് ചെയ്യുന്നു. ഈവൻ ദോ ഈ ഒരു വവലായിട്ട് പോലും ഇവിടെ എന്താണ് കോൺസണൻറ്റ് സൗണ്ടാണ് വന്നിരിക്കുന്നത്. കോൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ യൂസ് ചെയ്യണം. എന്താണ് യൂളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ആൾ മരിച്ചു, ഒരു വ്യക്തി മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു വ്യക്തി ജോലി ഒരു വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പാട്ട് എന്ന അർത്ഥമാണ് യൂളജി എന്ന് പറയുന്നത്. EULOGY. ഓക്കെ. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു ആൻ യൂസ് ചെയ്യേണ്ടത് കോൺസണൻറ്റ് സൗണ്ട് വരുമ്പോൾ, അപ്പോൾ ആൻ യൂസ് ചെയ്യേണ്ടത് വവൽ സൗണ്ട് വരുമ്പോഴാണ്. ഓക്കെ. നൗൺ സ്റ്റാർട്ടിങ് വിത്ത് വവൽ സൗണ്ട്, അതിന് മുമ്പിലായിട്ടാണ് ആൻ ഉപയോഗിക്കേണ്ടത്. കണ്ടല്ലേ? ആൻ ആപ്പിൾ, ആപ്പിൾ എന്ന് പറയുന്ന സൗണ്ട് വവൽ സൗണ്ടാണ്, അതുകൊണ്ട് ആൻ യൂസ് ചെയ്യുന്നു. അതുപോലെ ആൻ എലിഫൻറ്റ് കറക്റ്റാണ്. ആൻ അവൻ, ഓക്കെ, OVEN അവൻ ആണ്, ഓവൻ എന്ന് പറയുന്നത്. ഓക്കെ. ആൻ അവൻ, ആൻ അവൻ, എന്ന് പറയുന്നത് വവൽ സൗണ്ടാണ്, ആൻ അവൻ. ഇനി അതുപോലെ തന്നെ ആൻ അവൺ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു വവൽ സൗണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതേ വവൽ സൗണ്ടാണ് ആൻ അവർ എന്ന് പറയുന്നത്. അവർ എന്നല്ല, ആൻ HOUR, അവർ അല്ലെങ്കിൽ ഹവർ അല്ല, ആർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്ന് പറയുന്നത് അവിടെ വീണ്ടും വവൽ സൗണ്ടാണ്, അതുകൊണ്ടാണ് അവിടെ AN ഉപയോഗിക്കുന്നത്, ആൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ H ഒരു കോൺസണൻ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യില്ല, ഹവർ എന്നൊന്നും വിളിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊനൗൺസിയേഷനൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ H കോൺസണൻ്റ് ആണെങ്കിലും R എന്ന വവൽ സൗണ്ടാണ് അവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെ ആൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഓണസ്റ്റ്, ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ വവൽ സൗണ്ടാണ്, സോ ആൻ യൂസ് ചെയ്തിരിക്കുന്നു. ആൻ ഓണസ്റ്റ് പേഴ്സൺ, ആൻ ഓണർ ആണല്ലേ. ഇനി മറ്റൊരു ടൈപ്പാണ് കോൺസണൻ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷേ അതായത് വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് എ കോൺസണൻറ്റ് ബട്ട് പ്രൊനൗൺസ്ഡ് വിത്ത് എ വവൽ സൗണ്ട്. അതായത് LLB സ്റ്റുഡൻറ്റ്, ഇവിടെ ഒരു കോൺസണൻ്റ് ആണ്, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽ സൗണ്ട്. നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ വവൽ സൗണ്ടാണ്. കാരണം എന്താണ്? LLB സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ആൻ LLB സ്റ്റുഡൻറ്റ്, എന്ന് പറയുന്നത് വവൽ സൗണ്ടാണ്. അപ്പോൾ ആൻ LLB സ്റ്റുഡൻറ്റ്, വീണ്ടും ആൻ ഉപയോഗിച്ചിരിക്കുന്നു. ആൻ MP, ആൻ MLA, ആൻ SP, ഈ പറയുന്നതൊക്കെ കോൺസണൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ സൗണ്ട് വവലാണ്. ആൻ എക്സ്റേ അല്ലെ, ആൻ FIR, ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ആൻ ആണ് യൂസ് ചെയ്യുക, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട്. I liked dash movie we watched yesterday. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ കണ്ട സിനിമ, we watched yesterday. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റായിട്ട് നമുക്കറിയാം, ഡെഫിനിറ്റായിട്ട് അറിയുന്ന ഒരു നൗണിനെ കുറിച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, നൗണിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. I would like to eat dash apple. എനിക്കൊരു ആപ്പിൾ കഴിക്കണം. I would like to eat an apple അല്ലേ. കാരണം എന്തായാലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് വരേണ്ട, മനസ്സിലായി. പിന്നെ ആണോ ആൻ ആണോ? എന്ന് പറയുന്ന ആപ്പിൾ എന്ന് പറയുന്ന സൗണ്ട് വവലാണ്, അതുകൊണ്ട് ആൻ. ഡാഷ് അഡ്വൈസ് യു ഗേവ് മീ വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ അഡ്വൈസ് വാസ് ഹെൽപ്ഫുൾ, പക്ഷേ നമുക്ക് അഡ്വൈസിനെ കുറിച്ച് ഓൾറെഡി അറിയാം, നിങ്ങൾ തന്ന അഡ്വൈസ്. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദ അഡ്വൈസ് യു ഗേവ് മീ വാസ് ഹെൽപ്ഫുൾ. ഹി വാണ്ട്സ് ടു ബിൽഡ് എ ലാർജ് ഹൗസ് അല്ലേ. അവനൊരു വലിയ വീട് പണിയണം, ഓക്കെ, എന്ന് ആഗ്രഹമുണ്ട്. ഹി വാണ്ട്സ് ടു ബിൽഡ് എ ലാർജ് ഹൗസ്. മിസ്റ്റർ ശർമ്മ ഇസ് ആൻ ഓണസ്റ്റ് മാൻ. നമുക്ക് കണ്ടു, ഓണസ്റ്റിന് മുമ്പിലായിട്ട് ഇത് വവൽ സൗണ്ടാണ്, അതുകൊണ്ട് ആൻ യൂസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് റൂൾസ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന THE എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ബിഫോർ നൗൺസ് വിച്ച് നെയിം ദ പീപ്പിൾ ഓഫ് എ കൺട്രി കലക്റ്റീവ്ലി ഓർ ആസ് എ കമ്മ്യൂണിറ്റി. അതായത് ഒരു രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ, കലക്റ്റീവ്ലി മൊത്തമായിട്ട് ഡിനോട്ട് ചെയ്യുമ്പോൾ, എക്സ്പ്രസ് ചെയ്യാൻ അതിന് മുമ്പായിട്ട് നമ്മൾ THE ദ യൂസ് ചെയ്യണം. അതായത് ഇന്ത്യൻസ് അല്ലേ. അപ്പോൾ ഇന്ത്യക്കാരെ കുറിച്ച് പറയുമ്പോൾ ദ ഇന്ത്യൻസ് എന്ന് പറയണം. അതുപോലെ ദ ഫ്രഞ്ച്, ദ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്
ആളുകളെയാണ് ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നത്. ദ ഇംഗ്ലീഷ് ടീം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ടീം എന്നാണ് പറയുന്നത്. ദ ചൈനീസ് അല്ലേ, ദ ചൈനീസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, പീപ്പിൾ ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കലക്റ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യണം. അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മൊത്തം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോൾ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹോൾ സ്പീഷീസിനെ കുറിച്ച് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ദ റോസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പോൾ റോസ് എന്ന് പറയുന്നത് മൊത്തം റോസ് ആ ഒരു സ്പീഷീസിൽ പെടുന്ന എല്ലാ ഫ്ലവേഴ്സിനെയാണ് ഉദ്ദേശിച്ചത്, പൂക്കളെ ഉദ്ദേശിച്ചത്. ഓക്കെ, എല്ലാ ഒരു സ്പീഷീസിനെയാണ്, ആ സ്പീഷീസിനെ മൊത്തമായിട്ട് പറഞ്ഞാണ് ദ റോസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ദ ഡിക്ഷണറി ഇസ് എ യൂസ്ഫുൾ ബുക്ക്. ദ ടൈഗർ ഇസ് എ ഫെറോഷ്യസ് ആനിമൽ. അതുപോലെ നമ്മൾ ആഡ്ജക്റ്റീവ് എന്താണെന്ന് കണ്ടിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ സെഷനിൽ. ഒരു ആഡ്ജക്റ്റീവോ ഒരു പാർട്ടിസിപ്പിളോ അതിന് മുമ്പായിട്ട് ദ യൂസ് ചെയ്താൽ ആ പറയുന്ന ആഡ്ജക്റ്റീവ് എന്താവും, ആ നൗൺ എന്താവും, പ്ലൂറൽ നമ്പർ ആവും, അതായത് ബഹുവചനമാവും. ഓക്കെ, പ്ലൂറലാവും. അതായത് റിച്ച് എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവാണ്. ഓക്കെ, ഹി ഈസ് വെരി റിച്ച്. ഹി എന്ന് പറയുന്ന നൗണ്, റിച്ച് എന്ന് പറയുന്ന ആഡ്ജക്റ്റീവ്. അപ്പം നമ്മൾ ആഡ്ജക്റ്റീവിന് മുമ്പായിട്ട് ഈ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇട്ടാൽ ദ റിച്ച് എന്നാണ് പറയുക. അതായത് ദ റിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്, പണക്കാരായ ആളുകൾ, ധനികരായ ആളുകളെ കുറിച്ചാണ് പറയുക ദ റിച്ച്. ഓക്കെ, ദർ ആർ സോ മെനി പീപ്പിൾ ഹു ആർ റിച്ച്, അല്ലെങ്കിൽ ദ റിച്ച് പീപ്പിൾ ഹാവ് സോ മെനി പ്രിവിലേജസ്. ഓക്കെ, അപ്പോൾ ദ റിച്ച് എന്ന് പറയുമ്പോൾ ദ റിച്ച് ഹാസ് സോ മെനി പ്രിവിലേജസ് എന്ന് പറയും. ദ റിച്ച് ഹാസ് സോ മെനി പ്രിവിലേജസ്, റിച്ച് അല്ലേ. അപ്പം ദ റിച്ച് എന്ന് പറയുമ്പോൾ ധനികരായ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ. ഒരു സിംഗിളല്ല, അത് പ്ലൂറലാണ്. ഒരുപാട് ധനികരായ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ദ പുവർ കണ്ടല്ലേ, അതേപോലെ തന്നെ ദ പുവർ, പാവങ്ങളായ ആളുകൾ, ദ പുവർ. ദ ഡെഡ് എന്ന് വെച്ചാൽ, ദ ഡെഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്, ആ മരിച്ച ആളുകളെക്കുറിച്ചാവും ദ ഡെഡ് പീപ്പിൾ, ദ ഡെഡ്. ദ ഡെഡ് എന്ന് പറഞ്ഞാൽ മതി, ഡെഡ് പീപ്പിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ദ യങ് എന്ന് പറഞ്ഞാൽ തന്നെ യങ് ആയിട്ടുള്ള ആ ഒരു കൂട്ടം ആളുകളെ. ദ വൂണ്ടഡ്. അതുപോലെ തന്നെ യുണീക്കായിട്ടുള്ള ഒബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ സണ്ണ്, മൂണ്, സ്റ്റാർസ്, ഹെവൻസ്, സ്കൈ, ഓക്കെ, എർത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പായിട്ട് യുണീക്കാണ്, ഒരു കാര്യം യുണീക്കാണെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് ദ യൂസ് ചെയ്യാം. പക്ഷേ ഒരു എക്സെപ്ഷനാണ്, ഇഡിയംസിൽ നമുക്ക് ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് യൂസ് ചെയ്യാൻ പാടില്ല. ലൈക്ക് ഓൺ എർത്ത് അല്ലെങ്കിൽ കം ഡൗൺ ടു എർത്ത് എന്നൊക്കെ ഇഡിയംസ് ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ വാട്ട് ഓൺ എർത്ത് ആർ യു ഡൂയിങ് എന്ന് പറയുന്നത് എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ വാട്ട് ഓൺ എർത്ത് ആർ യു ഡൂയിങ്, വാട്ട് ഓൺ ദ എർത്ത് ആർ യു ഡൂയിങ് എന്ന് പറയാൻ പാടില്ല. എർത്ത് യുണീക്കാണ്, അതിന് മുമ്പ് ദ യൂസ് ചെയ്യണം. പക്ഷേ ഇത് ഇഡിയമാണ്, അതിന് മുമ്പായിട്ട് ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ കം ഡൗൺ ടു എർത്ത് ആൻഡ് ലിവ് സെൻസിബിളി. ഓക്കെ, ഞാൻ എന്താണ് ഡൗൺ ടു എർത്ത്, അതായത് സ്വന്തം കാല് നിലത്തുറച്ചു എൻ്റെ, ഓക്കെ, എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറയുന്നത്. എൻ്റെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി ഞാൻ തിരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളൊരു അർത്ഥമാണ്. ഐ കം ഡൗൺ ടു എർത്ത് ആൻഡ് ലിവ് സെൻസിബിളി. അവിടെയും ഇഡിയമാണ്, എർത്തിന് മുമ്പായിട്ട് ദ യൂസ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഏത് കാര്യം എടുത്താലും അത് യുണീക്കാണെങ്കിൽ അതിന് വേണ്ടി നമുക്ക് ദ യൂസ് ചെയ്യാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷിപ്സ്, ട്രെയിൻസ്, അതിന് മുമ്പിലായിട്ട് നമുക്ക് ദ യൂസ് ചെയ്യാം. ലൈക്ക് ദ ടൈറ്റാനിക്, ദ രാജധാനി എക്സ്പ്രസ്, ദ INS വിക്രാന്ത്. അതുപോലെ ബിഫോർ നെയിംസ് ഓഫ് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, സിനിമാസ്, തിയേറ്റേഴ്സ്, ഫേമസ് ബിൽഡിങ്സ്, മോണ്യുമെൻറ്റ്സ്, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, സിനിമാസിൻ്റെ ഒക്കെ മുമ്പിലായിട്ട് നമുക്ക് ദ യൂസ് ചെയ്യാം. ദ ഗ്രാൻഡ് ഹോട്ടൽ, ദ താജ്, ദ ഗ്ലോബ്, ദ റെഡ് ഫോർട്ട്, ദ പിരമിഡ്സ്. അപ്പോൾ ഇതിന് മുമ്പിലായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ ദ യൂസ് ചെയ്തേ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അസോസിയേഷൻസ്, ദ സെക്രട്ടേറിയറ്റ്, ദ ബ്രിട്ടീഷ് മ്യൂസിയം. ഓക്കെ, ഇതിനൊക്കെ മുമ്പായിട്ട് ദ യൂസ് ചെയ്യണം. ദ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എററാണ്, ഗ്രാമാറ്റിക്കൽ എററാണ്. മറ്റൊരു എക്സാമ്പിളാണ് കൺട്രി വിച്ച് ഇസ് എ യൂണിയൻ ഓഫ് സ്മോളർ യൂണിറ്റ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 50 സ്റ്റേറ്റ് ഒരുമിച്ചിട്ടുള്ളതാണ് US. അപ്പോൾ അതിന് മുമ്പായിട്ട് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ ദ USSR, ദ യുണൈറ്റഡ് നേഷൻസ്. അതിന് മുമ്പിലൊക്കെ നമുക്ക് ദ വേണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്ലാനറ്റ്സ്, അതുപോലെ റിവേഴ്സ്, അതുപോലെ ഓഷൻസ്, കനാൽസ്, സീസ്, വാലീസ്,
ഡെസേർട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഫോറസ്റ്റ്, റേഞ്ചസ് ഓഫ് മൗണ്ടൻസ്, ഐലൻഡ്സ്, പിന്നെ ഡയറക്ഷൻസ്, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓക്കെ, ഡയറക്ഷൻ, ദ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ നോർത്ത്, ദ സൗത്ത്. പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞു. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ദ ബെസ്റ്റ്, ദ ഫസ്റ്റ്, ദ ഫാസ്റ്റസ്റ്റ്, ദ വേസ്റ്റ്. നമ്മളത്തെ പറഞ്ഞു ദ ഫസ്റ്റ് പേഴ്സൺ ടു വിൻ ആൻ ഓസ്കാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ദ യൂസ് ചെയ്യണം. സൂപ്പർലേറ്റീവ്, ദ ബെസ്റ്റ് അല്ലേ, ദ ഫസ്റ്റ്, അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓർഡിനൽ നമ്പർ എന്താണ്? ഓർഡിനൽ നമ്പർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പറഞ്ഞു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇതൊക്കെയാണ് ഓർഡിനൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ടൊക്കെ ദ വേണം. ദ ഫസ്റ്റ് പേഴ്സൺ, ദ സെക്കൻഡ് പീരിയഡ്, ദ തേർഡ് ഫേസ് ഓഫ് എലക്ഷൻസ്, തേർഡ് ഫേസ് ഓഫ് ആക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഓർഡിനൽ നമ്പറിന് മുമ്പായിട്ട് ദ യൂസ് ചെയ്യണം. വെൽ നോൺ ബുക്സ് ഓഫ് റിലിജൻ, ദ ഭഗവത്ഗീത, ദ ബൈബിൾ, ദ ഖുറാൻ, ഓക്കെ, ലിറ്ററേച്ചർ, ന്യൂസ് പേപ്പർ, ഇതിനൊക്കെ മുമ്പിലായിട്ട് ദ യൂസ് ചെയ്യണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള മറ്റൊരു ഏരിയയാണ്, മറ്റൊരു കേസാണ് പെർട്ടിക്കുലർ മീൽസ് അല്ലെങ്കിൽ സ്പെഷ്യൽ മീൽസ്. അതിന് മുമ്പായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യണം. അതായത് ദ ഇഫ്താർ ഡിന്നർ ഹോസ്റ്റഡ് ബൈ ദ ഗവർണർ. ദ ഇഫ്താർ ഡിന്നർ ഹോസ്റ്റഡ് ബൈ ദ ഗവർണർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇഫ്താർ ഡിന്നർ എന്താണ്? സ്പെഷ്യൽ ഡിന്നറാണ്. ഹോസ്റ്റഡ് ബൈ ദ ഗവർണർ, ഗവർണർ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഒക്കേഷനാണ്. അപ്പോൾ അവിടെ ദ യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ദ ലഞ്ച് ഓഫേർഡ് ബൈ ഹെർ, എന്താണ് അവിടെ ദ വരാൻ കാരണം? സാധാരണ ലഞ്ചാണെങ്കിൽ ലഞ്ച് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ലഞ്ച് വാസ് ഓഫേർഡ് ബൈ ഹെർ എന്നോ അല്ലെങ്കിൽ ലഞ്ച് വി ഹാഡ് ലഞ്ച്. പക്ഷേ ദ ലഞ്ച് ഓഫേർഡ് ബൈ ഹെർ ആണ്. ഇവിടെ സെൻറ്റൻസ് ലഞ്ച് വാസ് ഗുഡ് ആണ്, ലഞ്ച് വാസ് റിയലി ഗുഡ് എന്നാണ് സെൻറ്റൻസ്. പക്ഷേ അവിടെ ഓഫേർഡ് ബൈ ഹെർ, ലഞ്ച് അവർ ഓഫർ ചെയ്ത ലഞ്ച്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യുന്നു. പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെഷ്യൽ മീൽസ്, പെർട്ടിക്കുലർ മീൽസ് അല്ലെങ്കിൽ സ്പെഷ്യൽ മീൽസ്.